അല്ല ഷാനെ, ഇതൊക്കെയല്ല ഷാൻ എന്ന് പറഞ്ഞാലും അവള് ജീവൻ കളയും. ആ ഷാന് സ്റ്റുഡിയോ ഉള്ളതാണ്. അവിടെ പോയി ഒരു ദിവസം 2 അടി കൊടുത്തപ്പോൾ ഇരുത്തി എങ്ങനെയാണ് മൈക്ക് പിടിക്കേണ്ടത് പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യും. അവിടെ ഉള്ളത് കണ്ടൻസർ അല്ലേ? അയ്യോ ശരിയാ, സോറി. അല്ല ഇത് പറഞ്ഞ എടുത്തോണ്ട് വരും. ഇവിടെ ഞാൻ സതീഷിൻ്റെ അടുത്ത് കാല വീണിട്ട് ഒരു മൈക്ക് മേടിച്ചു തരാം. ഇത് എങ്ങനെ അല്ല അവർ 3 പേരും കൂടെ പോകട്ടെ. ഇതൊക്കെ ഒന്നെടുത്താൽ 2 എണ്ണം കൂടെ ഫ്രീ കിട്ടും. 3 പേരും കൂടെ പോയി അങ്ങ് പഠിക്കുക. നമ്മളെ മൈക്ക് പ്ലേസ്മെൻറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതേ ശരിയാ നമ്മൾ പറയുന്നത് ഇങ്ങനെ മാറിപ്പോവാ. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചാൽ നമുക്കറിഞ്ഞൂടാ, നമ്മുടെ വായ വിട്ട് അത് മാറത്തില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ശ്വാസം എടുക്കുന്നിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? മൈക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. ഷാനെ, അടുത്ത വട്ടം ഇനി എന്തെങ്കിലും ഇഷ്യൂ ഈ മൈക്കിൻ്റെ കാര്യത്തിൽ വന്നാൽ ഷാനു നമ്മൾ ഓടക്കും. കൂട്ടുവെട്ടും ഞാൻ. കേട്ടല്ലോ, ഈ കൂട്ട് വെട്ടിക്കഴിഞ്ഞാൽ നിന്റെ അന്ത്യമായിരിക്കും. നല്ല അടി വെച്ച് കൊടുക്കുക ചേച്ചി. അതെ, ചൂരല്ല. MG സാറിന്റെ കയ്യിലൊരു ചൂരുണ്ട്, അതെടുക്കാം. ഒന്നേ ഉള്ളു ഇവിടെ ഇരിക്കുക. അതാണ് സാർ പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. അതായത് മഞ്ചരിപ്പെട്ടി, പണപ്പെട്ടി, അവസരപ്പെട്ടി, ചൂരൻ. ചൂരലില് ഞാൻ ഓരോ സംഭവം ചെയ്തോണ്ടിരിക്കുക. ഈ സിംഗപ്പൂരിലൊക്കെ ഉള്ള ശിക്ഷ അറിയാവോ? അറിഞ്ഞൂടാ. എന്താ സാർ? ചൂരിലുണ്ട് അടിയുണ്ട്. അത് ബാക്കിലാണ്, പുറകുവശത്താണ് അടി. ഈ അടി കിട്ടിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ വിൻസെന്റ് തോമസിന്റെ ഒരു റിലേറ്റീവ് ഒക്കെ ആയിട്ട് വരും. അദ്ദേഹം തെറ്റ് ചെയ്തതിന് അവിടെ 5 അടി, 6 അടി, 7 അടി എന്നുണ്ട്. 1 അടി എന്നെ കൊണ്ടുപോകണത് വലിയ പ്രയാസം. 2 അടിയൊക്കെ വാങ്ങിക്കാവുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ഇങ്ങനെ വരച്ച് വെക്കും ബാക്കിൽ, ഇവിടെ നടുകത്തല്ല, താഴെ വരച്ച് വെച്ചിട്ട് ആ അടിക്കുന്നവൻ അടി കൃത്യമായിട്ട് കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ അവന് വേറെ പണിയുണ്ട്. അവന് വേറെ 2 അടി. കുതിരയുടെ യൂറിനിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് വെച്ച് വലിയ ചൂരിലാണ് വെച്ച് ഒരൊറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് 5 ദിവസത്തേക്ക് ഇരിക്കാനും പറ്റത്തില്ല, എണ്ണിക്കാനും പറ്റില്ല. 5 അല്ല, ഒരു 5 മാസത്തേക്ക്. അപ്പോൾ അവർ പറയും ഒരടിയും കൂടെ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്തൊരു ഡേറ്റ്, നമ്മൾ പറയുന്ന ഡേറ്റിന് വരാൻ പറയും. അങ്ങനെ അടി കിട്ടിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ശിക്ഷ അല്ല, മനോഹരമായ ആചാരം. ഞാൻ പറയുമ്പോഴത്തേക്ക് ഇത് കളിയാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരുടെങ്കിലും അന്വേഷിച്ചോ, ഇപ്പോഴും ഉണ്ടത്. പിന്നെ ഈ 8 അടിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ കൂടെ കിടക്കുന്ന ചെറിയ ബമ്പില്ലേ, അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. പുറവശം കാണാൻ അങ്ങനെ ഇരിക്കുമെന്ന്, അങ്ങനെ പോകുന്നല്ല. ഇത് തടവി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ. പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യത്തില്ല. വേണ്ട സാർ, ഞങ്ങൾക്ക് ആ ചൂരൽ വേണ്ട. അതിന്റെ ഒരു കഷ്ണം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ബട്ട് ഇവിടെ അടുത്തൊന്നും കുതിരയില്ല. നന്നായി. അതിന്റെ സ്വന്തം മൂത്രത്തിന് ഞങ്ങൾ എല്ലാരും നന്നായിട്ട് പാടുക കേട്ടോ. അതേ ഉള്ളു, ഇതിനൊരു മാർഗം അതേ ഉള്ളു അല്ലേ അണ്ണാച്ചി? പിന്നെ അല്ലാണ്ട് നമുക്ക് നോക്കാം ആ ചൂരൽ ആർക്കാ കിട്ടാൻ പോകുന്നത്. അതെ, ഗിഫ്റ്റ് ആയിട്ട് ചിലപ്പോ പാടാത്ത ഒരാളിനായിരിക്കും, പറയുന്ന ആളിനായിരിക്കും കിട്ടുന്നത്. ചോപ്പിടിപ്പൊക്കെ ഡാർലിംഗ്. സൂപ്പർ സ്റ്റാർ.